ഇന്നത്തെ പൊതിച്ചോറ് നമുക്കങ്ങ് കണ്ടാലോ. അപ്പൊ രാവിലെ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ചോറങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. എന്റെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടനാന്ന് തോന്നുന്നു മെസ്സേജ് ഇട്ടേക്കുന്നത്. ഞാൻ കള്ളത്തരം പറയാം, ഇത് മക്കൾക്ക് കെട്ടിയിട്ട് കാണിക്കുകയാണേ. എന്റെ പൊന്നി ചേട്ടാ, അവര് മോള് പാത്രത്തിലേ കൊണ്ടുപോകുള്ളൂ, പൊതി കൊണ്ടുപോകത്തില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് അവക്ക് പോകണ്ടായിരുന്നു, മോനും 2 ദിവസം പോകണ്ടായിരുന്നു. ഞാൻ തിങ്കൾ മുതൽ ശനി വരെ ഇടുന്നുണ്ട്. അപ്പൊ ഈ ശനിയാഴ്ച എവിടെയാ പിള്ളേർക്ക് സ്കൂള്? ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഞാൻ കൊടുക്കാത്തത്. പറയുന്നവര് പറയട്ടെ, ഞാനിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. പിന്നെ ചോറ്, കോവയ്ക്ക മെഴുക്ക് വരട്ടി. കോവയ്ക്ക മേടിച്ചത് മുക്കാലും പഴുത്തു പോയായിരുന്നേ. ആ പഴുത്തു പോയത് നമുക്ക് മെഴുക്ക് വരട്ടി വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇച്ചിരി വൻപയർ എടുത്തങ്ങ് തോരൻ വെക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വൻപയർ തോരൻ വെക്കുമ്പോൾ നമുക്ക് 2 കറി കിട്ടും. ഇതിന്റെ തന്നെ വെള്ളം ഊറ്റി ഒരു പുളിയായിട്ട് വെക്കുമ്പം അപ്പൊ ഒഴിച്ചു കറിയും കൂടെ ആവുമേ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാനത് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടാന്ന് വിചാരിച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ പിന്നെ അടിപൊളിയാ. അതിന്റെ കൂട്ടത്തിൽ മീൻകറിയും കൂടെ ഉണ്ടേ പറയേ വേണ്ട. ചോറ് കെട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് ചമ്മന്തി ഇല്ലായിരുന്നു, ചമ്മന്തി അരച്ചില്ല. മീൻകറിയൊക്കെ ഉള്ളതും പിന്നെ ചമ്മന്തിയും കൂടെ വേണ്ടാലോ എന്ന് വിചാരിച്ച്. അപ്പോഴ് ചമ്മന്തി ഇല്ലാത്തത് കൊണ്ട് മീൻകറി ഉണ്ടായിരുന്നു, പുളിയും ഉണ്ടായിരുന്നേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.